ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മളിപ്പം ഞണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അതെ, ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനു വേണ്ടിയിട്ട് നമ്മള് കളയേണ്ടത് ഇപ്പൊ എണ്ണയ്ക്കൊക്കെ എന്ത് വിലയാണ്. അപ്പൊ നമ്മള് കുറച്ച് മീൻ പൊരിച്ച ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കുറച്ച് ഉപ്പൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാൻ പോകും. പണ്ടേ നമ്മൾ ഈ മീൻ പൊരിച്ച ഈ ചട്ടിക്കകത്ത് ആ എണ്ണയും ആ ഒരു മസാലയൊക്കെ ഇരിക്കുമ്പോ ചോറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അറിയാം. നമുക്ക് അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൈകളതിലാണോ ഉപ്പിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടോളന്ന് എല്ലാരും ഇവിടെ വെയിറ്റിങ് ഞണ്ട് റോസ്റ്റ് ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് പിള്ളേരെല്ലാം ഉണ്ട് അവിടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് സവാള, ഉള്ളിയും തക്കാളിയും നല്ല വഴണ്ടി വന്നിരിക്കുകയാണ്. ആ ഒരു നല്ലതായിട്ട് മണം അടിക്കുന്നുണ്ട്. അതെ, പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നിങ്ങളിപ്പോ കാണുമ്പോഴേക്കും നമ്മൾ പൊടികളൊക്കെ ചേർത്തില്ല, പക്ഷെ പൊടികളൊന്നും ചേർത്തില്ല. എന്നിട്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട് മസാല. ആ ഒരു തക്കാളിയുടെ നീരൊക്കെ ഇറങ്ങി അതിൽ കിടന്ന് നല്ല വെന്തതാ. ഒന്നും പൊടികൾ ചേർക്കാൻ അടിപൊളിയായിട്ട് മസാല. ഇത്രയും ഇതാവും നമ്മൾ വിചാരിച്ചില്ല. നമുക്ക് കുറച്ച് ചതച്ച മുളക് നമുക്ക് ചേർക്കും, ആ ഒരു എരിവിന് ആവശ്യം. ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല ഗൈസ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതാണ് പിന്നെ കുറച്ച് കുരുമുളക്, അത് കുറച്ച് തോനെ ചേർത്താലും കുഴപ്പമില്ല. മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. കല്ലുമുളക് ഇച്ചിരി പൊടി ഇടും. കുറച്ചുകൂടി ആ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ആ വെള്ളോടെ ആയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിന് തീ കൂട്ടി വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി വിളിച്ചു. നമ്മൾ ആ ഒരു ഞണ്ടൊക്കെ കണ്ടത് നല്ല കറാന്നുള്ള ഈ ഞണ്ട് വെന്ത വെള്ളത്തിൽ തന്നെ കടന്ന് പറ്റി ആ ഒരു ഞണ്ടിലൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കയറണം. അല്ലെങ്കിൽ നമ്മൾ ഈ ബീഫൊക്കെ നല്ല കുരുമുളകിനകത്ത് വരട്ടി ഇങ്ങനെ കയറാതിരിക്കുന്നത് കാണുമ്പോഴേ ഇങ്ങനെ കുരുമുളകിനകത്ത് കാണുമ്പോഴേ ഇങ്ങനെ കൊതി വരും. ഞണ്ട് നമ്മൾ അങ്ങനെയാണ് ഗൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ഞണ്ട് വേവിച്ച വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇതിന്റെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണ് ഗൈസ്. നമുക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കും. ആ ഒരു എരിവ് ഇച്ചിരി പിന്നോക്കം നിൽക്കുന്നതാണ്, അപ്പൊ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നൊന്ന് ഇളക്കിയിട്ട് ഇവിടെ ജൂവല് ഉപ്പ് നോക്കാൻ വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ആ ഒരു വെള്ളത്തിൽ ഇരുന്നൊന്ന് വെന്ത് കുറുകി വരും. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് എന്തായാലും നമുക്ക് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. ആ ഒരു ഗ്രേവിക്കകത്ത് ഞണ്ട് നല്ല പേരണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മസാല എല്ലാം പിടിച്ച് നമ്മൾ ഞണ്ട് എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ചപ്പാത്തിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതോടെ ഒന്ന് ശ്രദ്ധ വേണം.
സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ജൂവൽ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞണ്ടാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജൂവൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ നിൽക്കുകയാണ്. കൊള്ളാം അല്ലേ? നമുക്ക് ക്യാമറാമാന് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. നല്ല ടേസ്റ്റ് അല്ലേ? ആ ഒരു മസാലയൊക്കെ നമ്മൾ പിടിച്ച് നല്ലൊരു ക്രീമി ടെക്സ്ചറായി അല്ലേ? അപ്പൊ നമുക്കിത് ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്. നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, നമുക്ക് നമ്മുടെ ഞണ്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ ചപ്പാത്തി കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. കുറച്ച് ഗ്രേവി എടുക്കാം. ഇങ്ങനെയുള്ള നമുക്ക് നോക്കാം. നല്ല ചൂടുണ്ട്. സൂപ്പർ. അടുത്ത നമുക്ക് ജുവലിനെ കുറിച്ച് നോക്കാം. ഇതെല്ലാരും വെടിപ്പെട്ട് കൊള്ളാം കാര്യം. രണ്ട് റോസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് കഴിച്ചിട്ട് വരാം. ഇനി ഞങ്ങൾക്ക് വീഡിയോ നിൽക്കാൻ സമയമില്ല. നമ്മളിനി എന്താ ചെയ്യാൻ പോവാ? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതെ. അപ്പൊ ടാറ്റ.